ലാലേട്ടൻ സത്യനന്ദിക്കാട് പടം ഹൃദയപൂർവ്വം. എനിക്കറിയാം ഐ എം ക്വൈറ്റ് ലേറ്റ് ടു ദ പാർട്ടി എന്ന്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോക മാനിയ, ലോക ഫീവർ ആ സാധനത്തിൽ പെട്ടുപോയി. ഫസ്റ്റ് ഡേ ആദ്യത്തെ ഷോ തന്നെ ഞാൻ സിനിമ പോയി കണ്ടതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടും ഈ ക്യാരക്ടേഴ്സ് ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് തന്നെ ഡിസ്കഷൻ ഉള്ളൂ. ഈ കല്യാണി പ്രിയദർശന്റെ ക്യാരക്ടർ, ആ ഫോറസ്റ്റിലുള്ള ഫൈറ്റ് സീക്വൻസ്, ആ കൊച്ചിന്റെ പെർഫോമൻസ്, ആ മിത്തോളജിക്കൽ എലമെന്റ്സ് എങ്ങനെ ഇവര് കണക്ട് ചെയ്തു, ഡയറക്ടറിന്റെ വിഷൻ, ക്യാമിയോസിന്റെ പ്ലേസ്മെന്റ്. അഗെയിൻ വീണ്ടും ആ സിനിമ കാണാൻ ഒരു ത്വര വന്നുകൊണ്ടേയിരുന്നു. ഒരു ലൂപ്പിൽ പെട്ട ഒരു അവസ്ഥയായിരുന്നു. രണ്ടാമത് എന്നിട്ട് ആ സിനിമ പോയി കണ്ടപ്പോഴാണ് മനസ്സമാധാനം പറഞ്ഞ സാധനം കിട്ടിയത്. അതുകൊണ്ടാണ് വൈകിയത്. ലോക സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ ദ വൺ ഹു ലവ് സിനിമ അവർക്കൊരു പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിൽ ഹൃദയപൂർവ്വം കണ്ടു കഴിഞ്ഞാൽ പീസ്ഫുൾ വൈബാ. സമാധാനത്തിൽ വരാം. മനസ്സിൽ ഒരു ടെൻഷൻ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സോ യൂഷ്വലി എന്നെ പറ്റിയിട്ട് എല്ലാവരും പറയാറുള്ളതാണ് നീ OTT പെറ്റി കിടക്കണതാണെന്ന്. പക്ഷെ ലാലേട്ടന്റെ ഒരു പടം ഇന്നേ വരെ ഞാൻ തിയേറ്ററിൽ കാണാതിരുന്നിട്ടില്ല. ആ ഒരു ലാലേട്ടൻ ഫാനാണ് ഞാൻ. ബേസിക്കലി ഞാൻ ലാലേട്ടൻ ഫാനാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ഈ തരുൺ മൂർത്തി പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽ ഫാൻ അല്ല. ഞാൻ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല പറയും. പക്ഷെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയില്ല എന്ന്. സോ ഞാനിന്ന് രാവിലെ 11:30 ഷോക്കാ പോയത്. പോയ സമയത്ത് കുറെ രസകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ഞാൻ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് കുറെ ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാട്ടോ. വൈകിട്ട് ചേച്ചിമാർ ഇങ്ങനെ അവര് ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ഇത് നമ്മുടെ ലാലേട്ടനാണെന്ന് തന്നെ തോന്നുന്നില്ല, എന്ത് ഭംഗിയാണ്, അങ്ങനെയൊക്കെയാണ് അവര് സംസാരിച്ചിട്ട് വരുന്നത്. മീൻസ് സിനിമ കാണാൻ കയറുന്നതിന് മുമ്പ് തന്നെ അവർ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആൻഡ് തിയേറ്ററിൽ കയറിയപ്പോ അതിലും ഗംഭീരം. ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക്, ബാക്കിയുള്ള എല്ലാം ഫാമിലി ഓഡിയൻസ്. സി ദ ലവ് ദേ ഹാവ് ഫോർ ദിസ് മാൻ, ദ ക്രേസ് ദേ ഹാവ് ഫോർ ദിസ് മാൻ അൺബീറ്റബിൾ ആണ്. ആരൊക്കെ വന്നാലും പോയാലും അത് മാറില്ല. അപ്പൊ ലാലേട്ടൻ 50 പടം പൊട്ടി, 100 പടം പൊട്ടി, 1000 പടം പൊട്ടി, കാര്യമില്ല. മോഹൻലാൽ ഈസ് മോഹൻലാൽ. 2024 പറഞ്ഞ ഒരു ഇയർ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രിയൽ ഹിറ്റ്സ് തന്ന സമയത്ത് ഇങ്ങേരെ ട്രോളിംഗ് ഈസ് ഫൈൻ. ഇങ്ങേർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് വരെ പറഞ്ഞു. ഇങ്ങേരുടെ അഭിനയത്തിന് ജഡ്ജ് ചെയ്യാൻ നിങ്ങളൊക്കെ ആരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആക്ടിങ്ങിന്റെ ഒരു എൻസൈക്ലോപീഡിയാണ് ആ മനുഷ്യൻ. അങ്ങേർക്ക് ആക്ടിങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങേര് ചിലപ്പോ തല്ലിപ്പൊളി സിനിമകൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഹിറ്റ്സ് തന്നിട്ടുണ്ടാവില്ല. ബട്ട് മോഹൻലാൽ ഈസ് മോഹൻലാൽ. അത് ആരും മറക്കരുത്. ഹോൾ വേൾഡ് നമ്മൾ എടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ വേൾഡ്. ഇന്ത്യ എടുത്തു നോക്കിയ ബെസ്റ്റ് ആക്ടർ ഇൻ ഇന്ത്യൻ സിനിമ. അതിലൊന്നും വേറെ ഡൗട്ടൊന്നുമില്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരാളെ ട്രോൾ ചെയ്യുന്നതും നമുക്ക് ഇഷ്ടമായില്ല പറയുന്നതൊക്കെ ദാറ്റ്സ് ഫൈൻ. ബട്ട് ഒരാളുടെ ക്വാളിറ്റി അളക്കാൻ നിൽക്കുമ്പോ നോക്കണം ആരാണ് അപ്പുറത്തെ സൈഡിലുള്ളതെന്ന്. സോ ഈ ഹൃദയപൂർവ്വം സിനിമ ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ലളിതം സുന്ദരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വലിയ ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും പോയി കാണരുത്. ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു പടം. സോ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമയാണ്. ഈ സിനിമ കാണാൻ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ കമലഹാസൻ പറഞ്ഞൊരു ഡയലോഗാ, മോഹൻലാൽ സിരിച്ചാൽ ലൈറ്റ് ഹൗസ് മാതിരി. അതന്നെയാണ്, അങ്ങേരെ ചിരി തന്നെയാണ് ഈ സിനിമയിലെ ഹൈലൈറ്റ്. ആളുടെ ചാം, ആളുടെ ക്യൂട്ട്നെസ്, അതേപോലെ തന്നെ ആളുടെ സംഗീത് പ്രതാപമായിട്ടുള്ള കെമിസ്ട്രി കോംബോ അടിപൊളിയായിരുന്നു. ഈ സിനിമയുടെ ബാക്ക് ബോൺ പറയുന്ന സാധനം അതന്നെയാണ്. ക്വാളിറ്റി, അതായത് ക്വാളിറ്റി കോമ്പിനേഷൻ സീൻസ് ആയിരുന്നു അവർ തമ്മിലുള്ള. അല്ലാതെ ഈ ചളിയും ചേറ് സംഭവങ്ങളൊന്നല്ല. പല സമയത്ത് ക്രിഞ്ചായി പോകേണ്ട അവിടുന്ന് ഈ പടത്തിനെ രക്ഷിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ്. ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു. നമ്മൾ വെറുതെ അല്ല ഇങ്ങനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കണം. മറ്റേ കുതിരവട്ടം പപ്പു, കൊച്ചിൻ ഹനീഫ, ജഗതി അവരൊക്കെ കോമഡി ചെയ്ത മനുഷ്യൻ ഈ ഒരു ജനറേഷനിലുള്ള ഒരു ആക്ടറായിട്ട് കിടിലൻ കോമഡി കെമിസ്ട്രി ഉണ്ടാക്കേണ്ടി വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് മോഹൻലാലിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോയി കാണാവുന്ന നല്ലൊരു പടം. വലിയ എക്സ്പെക്ടേഷനിലൊന്നും പോയി കാണരുത്, ചിലപ്പോ വർക്ക് ആവില്ല. പക്ഷെ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ കണ്ടൊരു സിനിമ. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് നല്ല രസം ഉണ്ടായിരുന്നു, കുറെ ചിരിക്കാനുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം വലിപ്പിക്കലുണ്ട്. അതായത് കുറച്ച് ക്രിഞ്ച് സീൻസ് ഉണ്ട്. പിന്നെ ഇത്രയും വലിപ്പിക്കണമെന്ന് ചില സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ നന്നായി എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. ഇതിൽ മോഹൻലാൽ സംഗീത് പ്രതാപിന് ശേഷം ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് ആരാ വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയത് സംഗീതയാണ്. അവരെ കാണാൻ കിടു ലുക്കുമായിരുന്നു, കിടിലം പെർഫോമൻസ് ആയിരുന്നു. പണ്ടത്തെ ഒരു സംഗീതമൊക്കെ ഓർമ്മ വരും, നല്ല രസമുണ്ടായിരുന്നു. മാളവിക മോഹനും കൊടുത്ത റോൾ അത്തരം ബോറാക്കിയിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പൂനെ മലയാളിയാണ്, അപ്പൊ ആ ഒരു സ്ലാങ്ങിലാണ് ആള് സംസാരിക്കുന്നത്. ആൻഡ് ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. സിദ്ദിഖ് ഉണ്ട് ഈ സിനിമയില്. സിദ്ദിഖ് മറ്റേ ഒരു ഓവർ ദ ടോപ്പ് പെർഫോമൻസാ, അതായത് കുറച്ച് ഓവർ ആക്കിയിട്ടുള്ള പെർഫോമൻസ് ആണ്. സ്റ്റിൽ നല്ല രസം ഉണ്ടായിരുന്നു, വെറുപ്പിക്കാനായിട്ടൊന്നും തോന്നിയില്ല. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ച് വലിപ്പിക്കാനായിട്ട് തോന്നി. സ്റ്റിൽ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഈ സിനിമ എൻജോയ് ചെയ്തതിനേക്കാളും ആൾക്കാർ ഫാമിലി ഓഡിയൻസ് നന്നായി എൻജോയ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പല സീൻസിൽ എനിക്ക് ചിരി വന്നില്ലെങ്കിൽ അവർക്ക് ചിരി വരുന്നുണ്ട്.
സോ വേണ്ടവർ കണ്ടു നോക്കുക. ഒരു സത്യൻ അന്തിക്കാട് സിനിമയിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഈ സിനിമ ഓഫർ ചെയ്യുന്നത് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം.